നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി കഴിഞ്ഞപ്പോൾ ഉയരുന്ന ചോദ്യം പൾസർ സുനി ആദ്യം പറഞ്ഞ മാഡം ആരാണ് എന്നുള്ളതാണ്. ആ മാഡത്തിനെ പറ്റി ചില സൂചനകൾ തരാൻ കഴിയുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമ്മുടെ പ്രത്യേക അതിഥി PR ജോൺ ഡിറ്റോ. ജോൺ ഡിറ്റോയെ വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഡിറ്റോ ഇപ്പോൾ അധ്യാപകനാണ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗവുമായി മുമ്പും ബന്ധമുണ്ട്, ഇപ്പോഴും ബന്ധമുണ്ട്. അദ്ദേഹം 2016 സഹപാഠി 1975 എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അതിനു മുമ്പ് അദ്ദേഹം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വഴിത്തിരിവുണ്ടാക്കിയതായിട്ട് പോലീസ് അവകാശപ്പെട്ട ബാലചന്ദ്രകുമാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന ആളുമാണ് എൻ്റെ കൂടെ ഇപ്പോഴുള്ള PR ജോൺ ഡിറ്റോ. അദ്ദേഹം ഈ കേസിലെ മാഡം ആരാണ്, ഇനി അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ചില സൂചനകൾ നമുക്ക് തരും എന്നാണ് ഞാൻ കരുതുന്നത്. ഡിറ്റോ, സ്വാഗതം. നമസ്കാരം. ഡിറ്റോ, ഈ ബാലേന്ദ്രകുമാറിനെ അസിസ്റ്റ് ചെയ്തിരുന്നല്ലോ. ആദ്യം ഒരു മിന്നൽ എന്ന് പറഞ്ഞൊരു സിനിമയിലാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിറ്റോയെ ബാലേന്ദ്രകുമാറുമായിട്ട് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ S രമേശൻ നായരും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രമേശൻ നായരുടെ തിരുവനന്തപുരത്തെ കുറെ കാര്യങ്ങൾ, ഈ നിയമപരമായ കാര്യങ്ങൾ, വക്കീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിരുന്നതും ബാലേന്ദ്രകുമാറാണ് എന്നെനിക്കറിയാം. അപ്പോൾ ബാലേന്ദ്രകുമാറിന് എത്ര കാലത്തെ പരിചയം ഡിറ്റോയ്ക്ക് ഉണ്ടായിരുന്നു? ബാലേന്ദ്രകുമാർ സാറുമായിട്ട് ഒരു 2002 മുതൽ ഉള്ള പരിചയം ഉണ്ട്. ആ സിനിമ അക്കാലത്താണ് മിന്നൽ എന്ന സിനിമ സംഭവിക്കാൻ. അദ്ദേഹം മിന്നൽ എന്ന സിനിമ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് വരികയും അതിനുവേണ്ടി ഈ മിന്നൽ ആണോ ആദ്യ സംവിധാന സംരംഭം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൻ്റെ ശ്രമം. സിനിമ പുറത്തു വന്നില്ല. ആദ്യത്തെ ശ്രമം ഈ മിന്നലാണ്. അതോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ തിരക്കഥയിലെ ഗുരുവായ AK സാജൻ സാറിൻ്റെ അടുത്താണ് അദ്ദേഹം ആദ്യം തിരക്കഥ എഴുതാൻ. അതായത് ഡിറ്റോ ഈ ബാലേന്ദ്രകുമാറുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ സിനിമാ രംഗത്തുണ്ട്. ഉണ്ട്. ഞാൻ AK സാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ എനിക്ക് ബാലേന്ദ്രകുമാർ സാറിനെ എനിക്ക് രമേശ് നായർ വഴി ചെറിയ പരിചയമുണ്ട്. അവിടെ വന്ന് കണ്ട് അറിയാം. അല്ലാതെ AK സാജൻ സാറാണ്, എൻ്റെ അന്യനായ സന്തോഷ് സാറാണ് ഈ പടം എഴുതാൻ ആദ്യമായിട്ടത്. അതിന് സഹായിക്കാനാണ് എന്നെയും വിട്ടത്. അതായത് പ്രശസ്ത സംവിധായകൻ AK സാജന്റെ സഹോദരൻ സന്തോഷാണ് മിന്നലിന്റെ സ്ക്രിപ്റ്റ് ഏറ്റിരുന്നത്. അതിനെ സഹായിക്കാനാണ് സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് എന്നെ വിടുന്നത്. പിന്നീട് അങ്ങനെ ബാലു സാറുമായിട്ട് അടുപ്പമുണ്ടാവുകയും പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാലു സാർ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയം വരുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ സംവിധാനം സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അസിസ്റ്റ് ചെയ്യാമെന്നുള്ള മട്ടിലാണ് ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഇതിനു വേണ്ടി സഞ്ചരിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് മിന്നൽ എന്ന് പറഞ്ഞ സംഗതി ടേക്ക് ഓഫ് ചെയ്തില്ലല്ലോ? ഇല്ല. മിന്നൽ എന്ന സിനിമ അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തിരി വലിയ പല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു നിരന്തരം? അദ്ദേഹം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഞാൻ പോകുമ്പോഴും അല്ലാതെ ഇടയ്ക്ക് വിളിക്കുകയും പിന്നെ ഒക്കെ ചെയ്തിരുന്നു. കൃത്യമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അദ്ദേഹം എന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ നടിയെ ആക്രമിച്ച കേസിൽ ബാലേന്ദ്രകുമാർ വന്ന് മറ്റേ വെളിപ്പെടുത്തലൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. ഈ വിഷയം സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് അതിൻ്റെ 2 മാസം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ സിനിമയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ദിലീപ് പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമ സംവിധാനം ചെയ്യാനായിട്ട് കൊറോണയുടെ കാലം കഴിഞ്ഞാൽ ഉടനെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്.
അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിന് ശേഷമാണ് ഒരു ഡിസംബർ 25-ാം തീയതി അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ഈ സംഭാഷണം പുറത്തു വരുന്നത്. അത് എന്നെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എന്നോട് എനിക്കറിയാവുന്ന പുള്ളി നേരിട്ട് എനിക്ക് പറയുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത കാര്യങ്ങളുമായിട്ട് ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ, കാരണം നികേഷുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതായത് അങ്ങനെ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഡിറ്റോയ്ക്ക് തോന്നി. അപ്പോൾ ബാലേന്ദ്രകുമാറിന് പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. അത് അങ്ങനെ പോസ്റ്റ് ഇടും എന്നുള്ള കാര്യം ബാലേന്ദ്രകുമാറിനോട് പറഞ്ഞിട്ടുണ്ടോ? ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ പറയാറില്ല, ആരുടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാറില്ല. എനിക്കത് തോന്നിയതിനകത്ത് ഒത്തിരി നിയമപ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് വളരെ പൊരുത്തപ്പെടാത്തതും. എന്താണ് ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലെ കാതലായ പിഴവ്? അതിൽ അന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഈ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അവിടെ അദ്ദേഹം ഒരു റൂം എടുത്ത് താമസിച്ചിരുന്നു. റൂമിൽ അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട്, ഇപ്പോൾ ഇദ്ദേഹം റൂം വെക്കേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകാൻ നേരത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് അദ്ദേഹം സംസാരിച്ചു. ഇങ്ങനെ അപ്പോൾ എന്താ ദിലീപിൻ്റെ ഞങ്ങൾ പടം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിനുവേണ്ടി താമസിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരൻ വന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം അന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് ഇൻ്റർവ്യൂവിൽ പലയിടത്തും പറഞ്ഞത് എനിക്ക് ആ സംഭവമായിട്ടൊന്നും പോലീസുകാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധം ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അന്ന് പോലീസുകാരൻ വന്നപ്പോൾ അദ്ദേഹത്തെ സാറിൻ്റെ റൂമിൽ അന്വേഷിച്ച് വന്നിട്ട് അത് ഇദ്ദേഹം ഒരു ചാനലിൽ അത് ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. ഈ നികേഷിനോട് പറഞ്ഞു കൂടാതെ തന്നെ വേറൊരു ചാനലിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിലും കൂടി അദ്ദേഹം ഇത് എടുത്ത് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചോദിച്ചു, അപ്പോൾ പോലീസുമായിട്ട് ഈ സംഭവത്തിൻ്റെ സമയത്ത് തന്നെ ബാലു സാറുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അതുകൂടാതെ തന്നെ ദിലീപിൻ്റെ പടം ഉണ്ട് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞല്ലോ. ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്ത ഈ ദിലീപിൻ്റെ പടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുണ്ട്, ഇതിൻ്റെ ബാലു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ബാലു സാറിൻ്റെ ഈ സിനിമ ദിലീപ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബാലു സാറ് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറയുകയും ദിലീപ് എൻ്റെ പടം ഇല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കിട്ട് പിരിഞ്ഞതായിട്ട് പറഞ്ഞു. രണ്ടുപേരും കൂടി വഴക്കിട്ട് പിരിഞ്ഞു വെച്ചാൽ ദിലീപിൻ്റെ അടുത്ത് ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ്, അതായത് ദിലീപ് ഈ പ്രോജക്റ്റ് നടക്കില്ല എന്ന് അദ്ദേഹത്തിനോട് മര്യാദയ്ക്ക് പറഞ്ഞു എന്നാണോ വഴക്കിട്ട് പിരിഞ്ഞു എന്നാണോ? അല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞു. കാരണം ദിലീപിൻ്റെ പടം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആരൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ ദിലീപിൻ്റെ കുറേ സുഹൃത്തുക്കൾ റാഫി, ഷാഫി തുടങ്ങി എല്ലാവരും ചേർന്നിരുന്നിട്ട് ആ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, കൂട്ടുകാർ ഇരുന്ന് സ്ക്രിപ്റ്റ് തിരുത്തി അതായത് അവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയെടുക്കും. ദിലീപിൻ്റെ സിനിമയുടെ ഒരു മോഡലാണല്ലോ. അപ്പോൾ അപ്പോൾ ഈ പടം ചെന്നപ്പോൾ ഇത് റാഫിയുടെ എഴുതാൻ കൊടുത്തു. ഇത് സംവിധായകൻ റാഫിയുടെ അടുത്ത്. അതായത് ബാലേന്ദ്രകുമാറിന്റെ കയ്യിൽ ബാലേന്ദ്രകുമാർ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, ഒരു ചെറിയ ഒരു വൺ ലൈൻ്റെ സംഭവം. അതൊന്നും സിനിമയ്ക്ക് പറ്റുന്നതല്ല എന്നും ദിലീപിൻ്റെ പടത്തിനൊട്ടും ചേരില്ലാത്തതാണ്. അങ്ങനെ ആ സ്ക്രിപ്റ്റ് റാഫിയുടെ കൊടുത്തു, നിർബന്ധം കൊണ്ട് റാഫിയുടെ കൊടുത്തു. അങ്ങനെ റാഫി തിരുത്തിയിട്ടും അത് ശരിയായില്ല. അവസാനം ദിലീപ് ഇത് വേണ്ടെന്ന് വയ്ക്കുകയാണ്. പക്ഷെ ബാലു സാറിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളയാളാണ് അദ്ദേഹം. അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം, അദ്ദേഹം ഒരു ഘട്ടത്തിൽ യൂബർ ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. ഇടയ്ക്ക് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഞാൻ ചോദിച്ചു. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ ദിലീപിനോട് പണം കൊടുക്കാൻ പറയുകയും ദിലീപിന് പക്ഷെ അങ്ങനെ ദിലീപ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടോ എന്തോ അവർ തമ്മിൽ കൊടുത്തില്ല. അങ്ങനെ അത് വലിയ ഇഷ്യൂ ആയി. ദിലീപ് പടമുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന്, അത് പിന്നീട് ഓഡിയോ അത് പുറത്ത് വന്നിട്ടുണ്ട്, പടമുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയത് ബാലു സാറിനെ നേരത്തെ തന്നെ ഇത് പറഞ്ഞ് വിട്ടു എന്നാണ്. അതായത് ഇനി പടമില്ല എന്ന് പറഞ്ഞിട്ട് പോയെന്നാണ്. അപ്പോൾ ഇത് രണ്ട് പൊരുത്തക്കേടുകളാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിൻ്റെ തീവ്രമായ ഒരു ഇടപെടൽ തുടക്കം മുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമുള്ളത്, ഡിറ്റോയെ പോലീസ് ഈ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ഡിറ്റോയെ ചോദ്യം ചെയ്തിരുന്നു. എന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നെ ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ ഹൈടെക് സെല്ലിൽ അന്വേഷിക്കുന്ന ഒരു കേസ്, ആ കേസിൽ ദിലീപ് വിഷയം തന്നെയാണ്. അതിൽ എന്നെ ഒരു 6 മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വഴുതക്കാട്ടെ പോലീസ് ആസ്ഥാനത്താണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ഒരു മുറിയിൽ ആണ് ക്യാമറയൊക്കെ വെച്ച് ഓഡിയോ ഇതൊക്കെ വെച്ച് ഒരു 2 DYSPമാരും SP-യും ഒക്കെ ഇരിക്കുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് എന്നെ ചോദ്യം ചെയ്തു. എൻ്റെ ഫോണുകളൊക്കെ പരിശോധിക്കുകയും ഫോണിലെ കോൾ രേഖകളെല്ലാം എടുക്കുകയും അതിൽ ഇത്ര കോള് എന്താണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും എടുത്തു വെച്ചു. അപ്പം ഞാൻ എഴുതിയ പോസ്റ്റുകളിൽ അതായത് ഈ കേസിൻ്റെ നോട് നമുക്കൊരു സാധാരണ ഒരു പൗരൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആളെന്ന നിലയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന വാഹനം, അത് വാഹനം അറേഞ്ച് ചെയ്തയാൾ, അതിൻ്റെ ഡ്രൈവർ, അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ, അതൊക്കെ വളരെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതായത് ഡിറ്റോ ഉന്നയിച്ചത് ദിലീപിന് ഇതുമായിട്ട് ബന്ധമുണ്ടാവാൻ കഴിയില്ല എന്നുള്ളതാണ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് അല്ലേ? അതെ. ദിലീപിന് അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന, അതായത് കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ബന്ധം, അതാണല്ലോ ആ ബന്ധം പോലും ഒരു സാധാരണ മട്ടിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. സിനിമയിലുള്ള പരിചയം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ അല്ല എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ബന്ധം ദിലീപിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഇല്ല, കൊട്ടേഷൻ കൊടുക്കുന്നവരില്ലെന്നാണ് എൻ്റെ ബോധ്യം. പൾസറുമായി തന്നെ വലിയ ബന്ധമില്ല എന്നാണോ? അങ്ങനെയാണ് ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. പിന്നെ അത് പോട്ടെ, അതിപ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ വിഷയത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ആൾ ഈ കൊട്ടേഷൻ ദിലീപാണ് നൽകിയത് എന്ന അതിൽ എനിക്ക് തുടക്കം മുതൽ 2017-18 ആ കാലം മുതൽ തന്നെ ഞാനിത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ബാലേന്ദ്രകുമാർ സാറ് ഇടയ്ക്ക് വന്നപ്പോൾ എനിക്കത് വ്യക്തമായി. അതായത് ഈ കേസ് എന്നൊക്കെയോ തീരേണ്ട കേസാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അവസാനത്തെ വിസ്താരം കഴിഞ്ഞാൽ പിന്നെ വിധിയിലേക്ക് പോകാം. ഈ വിസ്താരം നടക്കാതിരിക്കാനുള്ള സമയത്ത് ഓരോ കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്ന, ദിലീപിനെ കുറ്റക്കാരനായിട്ട് നിർത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി, പിന്നെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അതിനകത്ത് എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടാവും, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ബാലു സാറ് വന്നതോടുകൂടി എനിക്ക് നേരിട്ടറിയാവുന്നയാൾ, ഈ നേരിട്ടറിയാവുന്ന വിഷയം, ഇദ്ദേഹം അതിൻ്റെ മോട്ടീവ് അതിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രവീന്ദ്രൻ മാഷിൻ്റെ മ്യൂസിക് അക്കാഡമി, ഈ രമേശൻ നായരും ബാലേന്ദ്രകുമാർ സാറും ഈ സിനിമയുടെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. അപ്പോൾ ഈ രമേശൻ നായർ എന്ന പേര് കണ്ടപ്പോൾ ഇത് കണ്ട അത് ഒരു ഓൺലൈൻ ചാനൽ വാർത്തയാവുകയും, ഭാരത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ചാനൽ വാർത്തയാവുകയും, ആ വാർത്തയുടെ അടിയിൽ കൊടുത്ത നമ്പറിലേക്ക് ഒരു ലേഡി വിളിച്ചിട്ട് ഈ ബാലചന്ദ്രകുമാർ സാറ്
അവരെ എന്തോ കബളിപ്പിച്ച് ലൈംഗികമായ എന്തോ നടത്തി ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞൊരു കേസുണ്ടായി. ഈ കേസിൽ ഇത് ദിലീപും ഞാനും ഭാരത് ലൈവും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ബാലു സാറിനെ ഇത് ചെയ്യാനുള്ള ഒരു കേസാണ് എന്ന് പറഞ്ഞിട്ട് ആണ് പോലീസ് തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷെ അവർ ഈ വിഷയമാണ് ചർച്ച ചെയ്ത് വിളിച്ചതെങ്കിലും എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് 2018 മുതലുള്ള പോസ്റ്റുകൾ എടുത്ത് എന്തിനാണ് താങ്കളുടെ ഈ ലീഡെല്ലാം പോകുന്നത് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് നേരെയല്ലേ എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത്. അതായത് എന്തിനാണ് നിങ്ങൾ ബാലു സാറിനെതിരെ എഴുതുന്നത്? പോസ്റ്റുകളിൽ ആ ഉദ്യോഗസ്ഥയെ പറ്റി പരാമർശിച്ചിട്ടില്ല, അങ്ങനെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇത്, അതിനെക്കുറിച്ചുള്ളതാണ് പോലീസിൻ്റെ അമിതമായ ഇടപെടൽ. ബാലു സാർ വന്നപ്പോൾ വ്യക്തമായി. ഇതാണ് എൻ്റെ പോസ്റ്റിൻ്റെ കാര്യം. പിന്നെ ഈ അന്ന് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിറ്റോ രക്ഷപ്പെടുന്നത് ഡിറ്റോയുടെ ഫോണിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയുടെ നമ്പറുണ്ട്. ജോയിയുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോയ് സാറുമായിട്ട് പുള്ളി ഡൽഹിയിലായിരിക്കുമ്പോഴും പുള്ളിയുടെ പുസ്തകത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളും പിന്നെ വായിച്ച പുസ്തകത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും, വിളിക്കും. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ അത് ഒരു ചോദ്യം ചെയ്യൽ വളരെ നമ്മളെ ആദ്യം ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും ഈ പോലീസിൻ്റെ മുറകളെന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ രീതികളൊക്കെ പിന്നീട് നമ്മുടെ കോൾ ലിസ്റ്റുകൾ അവർ എടുത്തിരിക്കുകയാണ്. കോൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഈ അവർക്ക് ഡ്യൂറേഷനും നമ്പരും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് എടുത്തു വെച്ചിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇറങ്ങിയാണ്. അപ്പോൾ ആരുടെ പേരാണ് തെളിയുന്നത് അത് അവർക്ക് നോട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് 1 മണിക്കൂർ കോള്. അപ്പോൾ അത് നോക്കുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ എന്താ പിന്നെ രണ്ടാമത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ അധ്യാപകനൊക്കെ ആയ അദ്ദേഹം 3/4 മണിക്കൂർ